നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പുറത്തുവന്ന എല്ലാ വാർത്തകളുടെയും സമഗ്രമായ റിപ്പോർട്ടുകൾ നോക്കാം. കഴിഞ്ഞ മിനിറ്റിൽ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം കടക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കാൻ SITക്ക് നിർദ്ദേശവുമായി ഹൈക്കോടതി. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാനും ഇടക്കാല ഉത്തരവുണ്ട്. നിലവിലെ അന്വേഷണത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തി. SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാമർശങ്ങളുണ്ട്. 2019 വീഴ്ചകൾ അറിഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ മൗനം പാലിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നു. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മിനിറ്റ്സുകൾ പിടിച്ചെടുക്കാനുള്ള ഇടക്കാല ഉത്തരവ്, നിർദ്ദേശം, അതെല്ലാം ഹൈക്കോടതി നടത്തുന്നു. ഒപ്പം തന്നെ SITയുടെ അന്വേഷണം തൃപ്തികരം എന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. വിശദാംശങ്ങൾ. പ്രജിൻ, കഴിഞ്ഞ കാലങ്ങളിൽ പുറത്തുവന്ന ഇടക്കാല ഉത്തരവിന് വിഭിന്നമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഉത്തരവ്. അതിൽ അതിരൂക്ഷ വിമർശനവും അതോടൊപ്പം തന്നെ SITയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തലും ഒക്കെ അടങ്ങിയ റിപ്പോർട്ടാണ്, ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അകമഴിഞ്ഞ സഹായം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ ഇതിന്റെ ക്രിമിനൽ ഗൂഢാലോചന വളരെ കൃത്യമായി അന്വേഷിക്കാൻ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകുന്നു. നിലവിലെ അന്വേഷണം തൃപ്തികരമെന്ന് ഹൈക്കോടതി പറയുന്നു. 2019 ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളിയിലെ ക്രമക്കേട് അത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി അറിയാമായിരുന്നു. ആ ദ്വാരപാലക സ്വർണ്ണപ്പാളി തിരിച്ചു കൊണ്ടുവന്ന ഘട്ടത്തിൽ അത് തൂക്കി നോക്കാതിരുന്നത് ഈ കള്ളത്തരം പുറത്ത് അല്ലെങ്കിൽ അത് മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് സംശയിക്കുന്നു അടങ്ങിയ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, 2025 ദ്വാരപാലക സ്വർണ്ണപ്പാളി അത് സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ്. ദേവസ്വം കമ്മീഷണറുടെ ആദ്യ നിലപാടിൽ നിന്ന് 7 ദിവസം കൊണ്ട് അദ്ദേഹം പിന്നാക്കം മറിയുന്ന കാഴ്ച കണ്ടു എന്ന് ഈ ഉത്തരവിൽ പറയുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, 2024 ഉണ്ണികൃഷ്ണൻ പോറ്റി ബോർഡിനോട് പറഞ്ഞു, അതായത് മറ്റൊരു ദ്വാരപാലക സ്വർണ്ണപ്പാളി സെറ്റ് അത് സ്ട്രോങ് റൂമിൽ ഇരിപ്പുണ്ട്, ആ സെറ്റ് തന്നുവിട്ടാൽ ഇപ്പോഴുള്ള സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇത് വില അല്ലെങ്കിൽ പൈസ കുറവായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് കൊടുത്തുവിടാനുള്ള വളരെ രഹസ്യമായ നീക്കം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായി എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് നിരന്തരമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്ന് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഒപ്പം 2025 ഈ ദേവസ്വം കമ്മീഷണർ ഈ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഇത്തരത്തിൽ ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോയതിന് പിന്നിൽ ഈ കള്ളത്തരം മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെന്ന് കോടതി വളരെ വിമർശനാത്മകമായി ഇതിൽ പറയുന്നു. അങ്ങനെ അടിമുടി ദുരൂഹത, അടിമുടി സംശയം ജലിപ്പിക്കുന്ന ഒരു തട്ടിപ്പാണ് ഇതിൽ നടന്നിട്ടുള്ളത്. കൃത്യമായ ക്രിമിനൽ ഗൂഢാലോചനയിൽ നടന്നിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം വേണമെന്ന് കോടതി ഇന്നും നിർദ്ദേശിക്കുന്നു. നിലവിൽ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ വളരെ വിശദമായൊരു ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ അല്പസമയത്തിനകം തന്നെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റും. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2019 സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പിടിച്ചെടുത്ത് അത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അങ്ങനെ കൃത്യമായൊരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഹൈക്കോടതി പറയുന്നത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കുന്നൊന്നല്ല, മറിച്ച് കൃത്യമായ ഉദ്യോഗസ്ഥർ, അതായത് ദേവസ്വം ബോർഡിന്റെ താഴേക്കിടയിലെ ഉദ്യോഗസ്ഥരല്ല, മറിച്ച് മേലുദ്യോഗസ്ഥരടക്കം ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുണ്ട് എന്നാണ് SITയുടെ പ്രാഥമികമായ വിലയിരുത്തൽ. ഹൈക്കോടതി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട്. വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു കൊള്ള ശബരിമലയിൽ നടന്നിട്ടുണ്ട്. അതിൽ ഇനി SITയുടെ പൂർണ്ണ റിപ്പോർട്ട് എത്തുന്ന ഘട്ടത്തിലായിരിക്കും അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരിക. ഈ ഇടക്കാല റിപ്പോർട്ട് ഒരു സൂചികയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രജിൻ. വിഷ്ണു, ആദ്യഘട്ടത്തിൽ തന്നെ വന്ന പ്രതിപട്ടിക അതൊരു പക്ഷേ ഇനിയും അത് വിപുലമാക്കിയേക്കാം എന്നൊരു സൂചന കൂടി നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്ന് പറയാം ഈ ഘട്ടത്തിൽ. കാരണം കൂടുതൽ ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്ന കാര്യം അതിപ്പോൾ ബലപ്പെട്ടു വരുന്നു. അതോടൊപ്പം തന്നെ ഈ മിനിറ്റ്സ് പിടിച്ചെടുക്കുക എന്നൊരു നിർദ്ദേശം അത് ഏറ്റവും നിർണായകമാണ് ഈ കേസിൽ. കാരണം പല യോഗങ്ങളിലും ഇവിടെ തീരുമാനങ്ങൾ അത് കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല. അവിടെ അധിക നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അധിക തീരുമാനത്തിന് പുറത്തുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായ തീരുമാനങ്ങളായി മാറിയിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ പുറത്തു വന്ന കാര്യങ്ങളാണ്. അത് ഹൈക്കോടതിയും സംശയിക്കുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ മിനിറ്റ്സ് കൂടി പിടിച്ചെടുത്തത് പരിശോധിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കരുതാമല്ലേ? പ്രജിൻ, അങ്ങനെ തന്നെയാണ്. വളരെ ശക്തമായ നിലപാടിലേക്ക് ഹൈക്കോടതി പോകുന്നു. ഒരു തരത്തിലും ഒരു വീഴ്ചയും ഈ അന്വേഷണത്തിൽ ഉണ്ടാകരുതെന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന്റെ സ്വഭാവം അതോടൊപ്പം തന്നെ കോടതി നടപടികൾ പോലും രഹസ്യ സ്വഭാവത്തിലേക്ക് മാറാൻ ഹൈക്കോടതി തീരുമാനിച്ചത്. അതിന് പിന്നാലെയാണ് ഇന്ന് പരിഗണിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനം, അതായത് SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന ആദ്യത്തെ ഇടക്കാല ഉത്തരവാണ്. അതാണ് ഈ ഉത്തരവിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണം കൈവശം വെക്കുന്നത്, അതായത് നേരത്തെ ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചു എന്ന് പറഞ്ഞിരുന്നു.
99 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം വെക്കുന്നതിന് ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു, അല്ലെങ്കിൽ അവർ അനുമതി നൽകിയെന്ന ഗുരുതരമായ ഒരു കണ്ടെത്തൽ കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ ഉണ്ട്. അത് SITയുടെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ആ കണ്ടെത്തലുകൾ പുറത്തു വരുന്നത്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കില്ല, വലിയൊരു ഗൂഢാലോചന ഇതിൽ പിന്നിൽ ഉണ്ട്. ഓർക്കസ്ട്രേറ്റഡ് ക്രൈം എന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. അതായത് കൃത്യമായ ഗൂഢാലോചന എല്ലാ കോണിലും നടന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്നതിനും ഈ തട്ടിപ്പ് മറച്ചുവെക്കുന്നതിനും ഒക്കെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ട്. അതിന് ഹൈക്കോടതി ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് 2019 അവിടെ എത്തിച്ചത്, അതായത് തിരികെ എത്തിച്ച ദ്വാരപാലക പാളി അത് ഇവിടുന്ന് കൊണ്ടുപോയത് തന്നെയാണെന്ന സംശയം ഇപ്പോഴും ഹൈക്കോടതി ഉന്നയിക്കുന്നു. ഒപ്പം അതിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ കൃത്യമായി മഹസറിൽ ഈ വിവരങ്ങൾ രേഖപ്പെടുത്താതിരുന്നത്. അതായത് ഈ തട്ടിപ്പ് നടന്നു എന്ന് ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആ കൃത്രിമമായ ഒരു മഹസർ അവിടെ തയ്യാറാക്കിയതെന്ന് ഹൈക്കോടതി കണ്ടെത്തുന്നു. അങ്ങനെ ഗുരുതരമായ കണ്ടെത്തലുകൾ, ഗുരുതരമായ പരാമർശങ്ങൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നൊരു ഇടക്കാല റിപ്പോർട്ടാണിത്. പ്രജിത്ത്, എന്തായാലും വി ഡയറക്ട് ദി SIT ടു thoroughly investigate this aspect of ക്രിമിനൽ കോൺസ്പിറസി എന്നുകൂടി ഈ ഉത്തരവിൽ, ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട്. ക്രിമിനൽ ഗൂഢാലോചന കൃത്യമായി അന്വേഷിക്കാനുള്ള നിർദ്ദേശം കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ നീക്കമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്നും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ മാലിന്യ സംസ്കരണ ഫാക്ടറിക്ക് സമരക്കാർ തീയിട്ടു. ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരായ പ്രതിഷേധം ആണ് ഈ രീതിയിൽ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയത്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിവീശി. സംഘർഷത്തിൽ താമരശ്ശേരി CI അടക്കം നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, കട്ടിപ്പാറയിൽ ഇത് ആദ്യമായല്ല ജനകീയ പ്രതിഷേധമൊക്കെ നടക്കുന്നത്, പക്ഷേ ഈ രീതിയിൽ അക്രമാസക്തമാവുന്ന ഒരു സ്ഥിതി അത് എങ്ങനെ ഉണ്ടായത്? ഇപ്പോൾ പോലീസുകാർക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഘർഷാവസ്ഥ അയഞ്ഞോ അവിടെ? പ്രജിൻ, സംഘർഷാവസ്ഥ പൂർണ്ണമായി അയഞ്ഞു എന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. ഈ കമ്പനിക്ക് തീയിട്ടത്, അതായത് നാട്ടുകാർ അവരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഈ കമ്പനിക്ക് അല്പസമയം മുൻപ് തീയിട്ടിരുന്നു. ഈ കമ്പനിക്ക് തീയിട്ടത് അണയ്ക്കാൻ വേണ്ടി ഫയർഫോഴ്സ് സംഘം സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിരുന്നു. എന്നാൽ ഈ ഫയർഫോഴ്സ് സംഘത്തിന് ഈ കമ്പനിക്ക് അരികിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ വാഹനം, ഫയർഫോഴ്സിന്റെ വാഹനം ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുകയാണ് പ്രവർത്തകർ, നാട്ടുകാരായിട്ടുള്ള ആളുകൾ എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. നാട്ടുകാർ ഈ വാഹനം തടഞ്ഞിട്ടതുകൊണ്ട് തന്നെ അവർക്ക് ഈ കമ്പനി കത്തിയ ഇടത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ കമ്പനിയുടെ ഒരു വാഹനവും നാട്ടുകാർ കത്തിച്ചിട്ടുണ്ട്. ഈ തീ പൂർണ്ണമായി അണയ്ക്കണമെങ്കിൽ ഫയർഫോഴ്സ് സംഘം എത്തിയാലേ അത് സാധ്യമാകൂ. അതിന് പക്ഷേ ഫയർഫോഴ്സ് സംഘത്തിന്റെ വാഹനം ഇവിടേക്ക് കടത്തിവിട്ടിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ താമരശ്ശേരിയിൽ നിന്ന് ലഭ്യമാകുന്നത്. എന്തായാലും സമീപകാലത്തൊന്നും തന്നെ ജില്ല കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധമാണ്, ഒരു ജനകീയ പ്രതിഷേധം എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന ഒരു പ്രതിഷേധമാണ് ഇന്നിപ്പോൾ താമരശ്ശേരിയിൽ നടന്നിട്ടുള്ളത്. ഈ കമ്പനിക്കെതിരെ, ഫ്രഷ് കട്ട് എന്ന ഈ മാലിന്യ സംസ്കരണ കമ്പനിക്കെതിരെ നാളുകളായിട്ടുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. 2019 ഈ കമ്പനി ആരംഭിച്ചത് മുതലുള്ള ഒരു ചരിത്രമുണ്ട്. അന്ന് മുതൽ നാട്ടുകാർ ഈ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം നിവേദനങ്ങളും പരാതികളും ഒക്കെ നൽകിയിട്ടുള്ളതാണ്. സർക്കാർ ഓഫീസുകൾ നിരവധി തവണ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞവരാണ് നാട്ടുകാർ. ആ നാട്ടുകാർക്ക് നിരവധി പരാതികളുണ്ട്. അവരുടെ വീടുകളിലേക്ക് ഡയറക്ടർ സുജീഷ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുജീഷ്, ഈ രീതിയിൽ ഒരു പ്രതിഷേധം അതിപ്പോൾ ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയ സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വലിയ രീതിയിൽ ജനങ്ങൾ എന്തുകൊണ്ടാണ് താങ്കളുടെ കമ്പനിക്കെതിരെ അവിടെ രംഗത്തെത്തിയിരിക്കുന്നത്? എന്താണ് താങ്കൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? സാറേ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം എല്ലാ നിയമങ്ങളും പാലിച്ച് നിയമപ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണത്. എല്ലാ രീതിയിലും ഇന്നേ വരെ സമരസമിതിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ വിളിച്ചിട്ടുള്ള ചർച്ചകളിൽ കളക്ടറുമായിട്ടും ബഹുമാനപ്പെട്ട കളക്ടറുടെ മുമ്പിലും സബ് കളക്ടറുടെ മുമ്പിലും തഹസിൽദാരുടെ മുമ്പിലും ഡിവൈഎസ്പിന്റെ മുമ്പിലും ഒക്കെ ഇരുന്നിട്ടുള്ള ചർച്ചകളിൽ അവർ പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടീഷൻസും പാലിച്ചിട്ടാണ് ഇന്നേ വരെ എന്റെ സ്ഥാപനം ഓടിയിരിക്കുന്നത്. നിരന്തരം കേരളത്തിൽ ഒരു ഫാക്ടറിയിൽ പോലും ഇത്രയും ഇൻസ്പെക്ഷൻ ഉണ്ടാവാറില്ല. അത്രയും ഇൻസ്പെക്ഷന് വിധേയമാവുന്ന ഒരു ഫാക്ടറിയാണ് എന്റെ ഫാക്ടറി. അവിടെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെയാണ് ഞങ്ങൾ ആ സ്ഥാപനം നടത്തിക്കൊണ്ട് ഈ കാലം വരെ ഉള്ളത്. കേരളത്തിലെ ഫാക്ടറികളുടെ റോൾ മോഡലായിട്ട് പ്രവർത്തിക്കുന്ന ഫാക്ടറിയാണ് നമ്മുടെ ഫാക്ടറി. ഇത് കാലങ്ങളായി നിൽക്കുന്ന അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല.
കാരണം ഇതിന് മുമ്പുണ്ടായിട്ടുള്ള ഇഷ്യൂസ് അവിടെ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ടെക്നിക്കൽ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി ഫാക്ടറി റിനോവേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പം വീണ്ടും റീഓപ്പൺ ചെയ്തത്. ശ്രീ സുജീഷ്, താങ്കൾ ഇപ്പോൾ അങ്ങനെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങൾ ഇങ്ങനെ കൂട്ടമായി എത്തി ഈ രീതിയിൽ ആ സ്ഥാപനമൊക്കെ തീഴുന്ന സ്ഥിതിയിലേക്ക് ഉണ്ടായത്? അവർക്ക് യാതൊരു പരാതിയുമില്ല. കാരണം വന്നിരുന്നവരൊക്കെ ഈ പറയുന്ന പ്രദേശവാസികൾ തന്നെയാണ്. അവർ ഇപ്പോൾ പറയുന്ന കാര്യം എന്താണ്? സാറേ, എനിക്ക് അവിടുത്തെ ആൾക്കാർ എന്താ പറയണമെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട ഡിവൈഎസ്പിന്റെ മുമ്പിൽ ഒരു സർവകക്ഷി യോഗം അവിടെ ചേർന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പോലും എല്ലാ കാര്യങ്ങളും അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ പുഴ മലിനമാക്കുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങൾക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആക്ഷേപം. 7 വർഷമായിട്ട് ആ പുഴയിലെ വെള്ളം നിരന്തരം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ, അവിടുത്തെ നാട്ടുകാരായിക്കോട്ടെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, PCB ആയിക്കോട്ടെ, എല്ലാവരും ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ബാക്കിലെ പുഴയുടെ ഭാഗം എന്ന് പറയുന്നത്. ഇന്ന് വരെ അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. സാറിന് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അറിയാലോ, അങ്ങനെ ഒരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടത്തിയിട്ട് ഒരു സ്ഥാപനം കേരളത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇന്ന് വരെ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ 4 ചെറുപ്പക്കാരുടെ അധ്വാനം ആശ്വാസത്തിന്റെ പരമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനം, അത് നാടിനും കൂടെ നന്മയുള്ള ഒരു പ്രവൃത്തിയെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ഈ നേരം വരെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല. അല്ല ശ്രീ സുജീഷ്, ഇന്നിപ്പോ ഉണ്ടായ ഒരു പൊട്ടിപ്പുറപ്പെട്ട ഒരു ആദ്യത്തെ സംഭവം അല്ലല്ലോ. ഇതിപ്പോൾ കട്ടിപ്പാറയിൽ ഇതേ സ്ഥലത്ത് തന്നെ താങ്കളുടെ സ്ഥാപനത്തിനെതിരെ മുൻപും പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറെ നാളുകളായുള്ളൊരു കാര്യം, അതിൽ തന്നെ നാട്ടുകാർ അത് തുടരുന്നു, അത് ഇപ്പോഴും പറയുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സാറേ, ഇത് കേരളത്തിലെ എന്റെ ഫാക്ടറിക്കെതിരെ മാത്രമല്ല, ഇത് കേരളത്തിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ഫാക്ടറികൾക്കെതിരെ ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ട്. ഈ അടുത്ത കാലത്ത് നിലമ്പൂർ ഇടക്കരയുള്ള ഫാക്ടറിയിലെ സ്റ്റാഫുകളെ അടിച്ച് അവരുടെ കൈയും കാലും പൊട്ടിച്ച് ഫാക്ടറി കയ്യേറിയിട്ടുള്ള ഒരു ഇഷ്യൂ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് ആകെ ഒരു മാലിന്യ സംസ്കരണ പദ്ധതി, അത് സർക്കാരിന്റെ എല്ലാ അനുമതിയും കൂടി കേരള സർക്കാരിന്റെ പ്രഖ്യാപിത മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി എന്ന് വിശ്വസിച്ച് ഒരു 4 ചെറുപ്പക്കാർ ചെയ്തിട്ടുള്ള ഒരു സംഗതി മാത്രമാണിത്. അതിനകത്ത് ഇരിക്കുന്ന ഒരുപാട് രഹസ്യ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ എന്താണെന്നുള്ളത് പുറത്തേക്ക് വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് നാട്ടുകാരെ അല്ലെങ്കിൽ ഈ പ്രദേശവാസികളെ കൺവിൻസ് ചെയ്യാൻ താങ്കൾക്ക് പറ്റാത്തത്? അതിനകത്ത് 100% ആ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത് ഇപ്പോഴും എനിക്ക് വിശ്വാസമില്ല. കാരണം ആ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് മേജറും എന്റെ സ്ഥാപനത്തിലെ തൊഴിലാളികളായിട്ട് ഇരിക്കുന്നത്. ഗുരുതരമായ അസുഖം പടരുന്നു, അമീബിക് മസ്തിഷ്ക ജ്വരം താമരശ്ശേരിയിൽ പടർന്നു പിടിക്കുന്നു എന്നൊക്കെയാണ് എന്റെ ഫാക്ടറിക്കെതിരെ പറഞ്ഞ കണ്ടീഷൻ. എന്റെ സ്ഥാപനത്തിൽ 168 തൊഴിലാളികളുണ്ട്. അതിനകത്ത് ഒരാൾക്ക് പോലും ദൈവസഹായത്തിൽ ഈ നിമിഷം വരെ ഇങ്ങനത്തെ ഒരു അസുഖവും വന്നിട്ടില്ല. അപ്പം ആരോപണങ്ങൾ നടത്തുന്നത് ചില വ്യക്തികളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രമാണ്. 100%. എനിക്ക് അത് പൂർണ്ണമായിട്ടും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഡെഫിനറ്റ്ലി ഞാൻ പറയും. ശരി, നന്ദി ശ്രീ സുജീഷ്. ഘട്ടത്തിൽ പ്രതികരിച്ചത് ഫ്രഷ് കട്ട് സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് സുജീഷ് പറയുന്നു, എല്ലാ ഗവൺമെന്റ് നോംസും പാലിച്ചാണ് ഈ രീതിയിൽ ആ സ്ഥാപനം നടത്തുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നാട്ടുകാർ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പില്ല എന്നാണ് സ്ഥാപനത്തിന്റെ അവകാശവാദം. ഈ പറയുന്ന കൃത്യമായി പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, പ്രദേശവാസികൾ മാത്രമല്ല അതിന് പിന്നിൽ ചില ഗൂഢാലോചനയുണ്ട് എന്നൊക്കെയാണ് ഫ്രഷ് കട്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വാദങ്ങൾ. അത് ഇനിയിപ്പോൾ ജനങ്ങൾ എന്താണ് പ്രതികരിക്കുന്നത് നമുക്ക് അറിയാം. അതിനു മുമ്പ് ഇപ്പോൾ റൂറൽ SP കെ ബൈജുവിന് ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്, അതിലേക്കാണ് ഇനി. എന്താ സംഭവിച്ചത്? അങ്ങേക്കുള്ള പരിക്ക് എത്രമാത്രം ഗുരുതരം? ഗുരുതരം നമ്മുടെ കുറെ ഉദ്യോഗസ്ഥർക്ക് പരിക്കുണ്ട്. അവര് നമ്മുടെ ഹൈക്കോർട്ട് പ്രൊട്ടക്ഷൻ ഉള്ളതാണ്, മറ്റേ ഫ്രഷ് കട്ട്. യെസ്, നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളടക്കം വ്യക്തമായതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റൂറൽ SP കെ ബൈജു 24നോട് പ്രതികരിച്ചത്. പരുക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് അറിയുന്നത്. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. നിഖിൽ, സംഘർഷാവസ്ഥ പൂർണ്ണമായും വഴങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥാപനത്തിന്റെ അവകാശവാദം. ഈ പറയുന്നത് പോലെ എന്തൊക്കെയാണ് സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ അതെല്ലാം പാലിച്ചാണ് തന്റെ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നത് എന്നാണ് ഫ്രഷ് കട്ടിന്റെ ഡയറക്ടർ സുജീഷ് പറയുന്നത്. ജനങ്ങൾ അവിടെയുള്ള ആൾക്കാരല്ല ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിന് പിന്നിലൊക്കെ മറ്റു ചില അജണ്ടകളുണ്ട് എന്ന വാക്കാണ് സുജീഷ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ കുറെ നാളുകളായുള്ള പ്രശ്നമല്ലേ, എന്തുകൊണ്ടാണ് കൺവിൻസ് ചെയ്യാൻ പറ്റാത്തതെന്ന് കൃത്യമായി മറുപടി ഇപ്പോൾ പറയാൻ കഴിയില്ല. ചില മറ്റ് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് അവരുടെ അവകാശവാദം. ഈ പരിക്ക് അത് പോലീസുകാർക്കും ഏറ്റിട്ടുണ്ട്, ജനങ്ങൾക്കും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് നിഖിൽ? പ്രജി, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും, വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവിടുത്തെ നാട്ടുകാരുള്ളത്. അവർ എന്താ പറയുക, കഴിഞ്ഞ 100 ദിവസത്തിലധികമായി ഈ കമ്പനിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധത്തിലാണ്. കമ്പനി ആരംഭിച്ചത് മുതൽ തന്നെ പ്രതിഷേധമുണ്ട്.
കഴിഞ്ഞ 100 ദിവസമായി പ്രത്യക്ഷമായിട്ടുള്ള ഒരു സമരത്തിൽ തന്നെയായിരുന്നു അവർ. അതിന്റെ 100ാം ദിവസത്തിൽ ഇനി ഈ കമ്പനി അല്ലെങ്കിൽ തങ്ങൾ ഏതെങ്കിലും ഒരാളെ ഇവിടെ നിലനിൽക്കൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ഈ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായത്. രാവിലെയൊക്കെ ഇതിനെ വളരെ ഒരു ലഘുവായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം കണ്ടത്. ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ആരും കരുതിയിരുന്നതല്ല. എന്തായാലും നാട്ടുകാർ അവരുടെ എക്സ്ട്രീമിൽ എത്തിയപ്പോൾ, അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതേസമയം ഇതിന്റെ ഉടമകൾ പറയുന്നത് ഞങ്ങൾ എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, എല്ലാ നിയമ പരിരക്ഷയും ഞങ്ങൾക്കുണ്ട് എന്ന് അവർ ഉറപ്പ് പറയുകയാണ്. എന്തായാലും നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്, അവർ പറയുന്നത് തങ്ങൾക്ക് പൊറുക്കാൻ പറ്റാത്ത വീഴ്ചകൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു, വലിയ പ്രതിസന്ധികൾ തങ്ങൾ നേരിടുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങിങ്ങായി ഇപ്പോഴും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഈ ആളുകൾ പോലീസിനെതിരെ കല്ലെറിഞ്ഞ് ഓടുന്നു, അവർക്ക് പുറകെ പോയി പോലീസ് ഗ്രനേഡ് എറിയുന്നു. അങ്ങനെയുള്ള ദൃശ്യങ്ങളാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം നമ്മുടെ പ്രതിനിധി മിഥില ബാലനെത്തും. അപ്പോൾ എന്താണ് ഈ ആശുപത്രിയിലുള്ള ആളുകളുടെ അവസ്ഥ എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ സമരസമിതിയിലുള്ള ആൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ചെറിയ കുട്ടികൾക്കടക്കം ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഗ്രനേഡ് എറിഞ്ഞ് വളരെ ചെറിയ കുട്ടികൾക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്, പ്രായമായ ആളുകൾക്ക് കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയെങ്കിൽ അത് വളരെ ഗുരുതരമാണ്. ഒരു ജനകീയ പ്രതിഷേധം നടക്കുമ്പോൾ പോലീസ് ഇങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ള ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. കോഴിക്കോട് നിഖിൽ പരമേശാണ് വിശദാംശങ്ങൾ നൽകിയ. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ രൂക്ഷമായ ഒരു സംഘർഷം, വലിയ സംഘർഷമാണ് അവിടെ ഉണ്ടായത്. ഗ്രനേഡ് എറിയുന്നു, ഒപ്പം തന്നെ വലിയ ലാത്തിച്ചാർജ് നടത്തേണ്ട സ്ഥിതിയുണ്ട്. ജനങ്ങളെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇത് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പരിക്കേൽക്കുന്ന സാഹചര്യം പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. ഇനി മറ്റ് റിപ്പോർട്ടുകളിലേക്കാണ്. സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ടും 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്. ഇന്നും നാളെയും മുഴുവൻ ജില്ലകളിലും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും നിരോധിച്ചു. നാളെ വൈകിട്ട് 7 മുതൽ മറ്റന്നാൾ രാവിലെ 6 വരെ മലയോര മേഖലയിലൂടെയുള്ള രാത്രിയാത്ര വിലക്കി. 7 ജില്ലകളിൽ നാളെ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലും കാറ്റോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. 24 തിരുവനന്തപുരം. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഇന്ന് രാജ്ഭവനിൽ താമസിക്കുന്ന രാഷ്ട്രപതി നാളെ ശബരിമല ദർശനം നടത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീക്ഷ നേരത്തെ അറിയിച്ചതുപോലെ കൃത്യസമയത്ത് തന്നെ രാഷ്ട്രപതി കേരളത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും അവിടെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട് രാഷ്ട്രപതിയെ. എന്താണ് പ്രധാനപ്പെട്ട കാര്യപരിപാടികൾ നാളെ രാഷ്ട്രപതിയുടെ? പ്രജിൻ 4 ദിവസത്തെ സന്ദർശനത്തിനായി അല്പസമയം മുമ്പാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു തിരുവനന്തപുരത്ത് എത്തിയത്. പ്രത്യേക വിമാനത്തിൽ വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിലാണ് രാഷ്ട്രപതി എത്തിയത്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഗവർണറും അടങ്ങുന്ന സംഘം ഊഷ്മളമായ സ്വീകരണമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് നൽകിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന എയർഫോഴ്സിന്റെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് രാഷ്ട്രപതി രാജ്ഭവനിലേക്ക് തിരിക്കും. ഇന്ന് രാഷ്ട്രപതിക്ക് മറ്റ് ഔദ്യോഗിക പരിപാടികൾ ഒന്നും തന്നെ ഇല്ല. രാഷ്ട്രപതിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷയാണ് കേരളത്തിൽ ഉടനീളം, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും രാഷ്ട്രപതി പോകുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ ഈ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് ഈ കവടിയാറുള്ള രാജ്ഭവനിലേക്കാണ് രാഷ്ട്രപതി പോകുന്നത്. ഇന്ന് രാഷ്ട്രപതി രാജ്ഭവനിലാണ് തങ്ങുക. ഈ എയർപോർട്ട് പരിസരവും ഒപ്പം കവടിയാർ വരെയുള്ള ഭാഗങ്ങളിൽ വലിയ കർശനമായ സുരക്ഷയാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെയാണ് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം. ഈ രാജ്ഭവനിൽ നിന്ന് നാളെ 9:20 കൂടി തന്നെ ഈ പ്രത്യേക ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി ശബരിമലയിലേക്ക് പോകും. പ്രജിൻ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയാണ്. എസ്കോർട്ട് വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതിന് പിന്നാലെ രാഷ്ട്രപതിയുടെ വാഹനം എത്തും. കർശന സുരക്ഷ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർശനമായ സുരക്ഷയോട് കൂടിയാണ് രാഷ്ട്രപതി രാജ്ഭവനിലേക്ക് തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കോൺവോയ് വാഹനങ്ങളാണ്. ഈ കൃത്യമായി ഈ കോൺവോയ് വാഹനങ്ങൾ
വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി രാജ്ഭവനിലേക്ക് തിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ള സംഘം രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിരുന്നു. അവരുൾപ്പെടെ ഈ പോകുന്ന വാഹനങ്ങളിൽ ഉണ്ട്. ഇന്ന് ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെ രാഷ്ട്രപതിക്ക് ഇല്ല. രാജ്ഭവനിൽ താമസിക്കുന്ന രാഷ്ട്രപതി 10:20 കൂടി നാളെ നിലയ്ക്കലിൽ എത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലയ്ക്കലിൽ നിന്ന് റോഡ് മാർഗം പമ്പയിലേക്ക് തിരിക്കും. പമ്പയിൽ സ്നാനത്തിന് ശേഷം പമ്പ ഗണപതി ക്ഷേത്രത്തിലാണ് കെട്ട് നിറയ്ക്കുക. അവിടെ നിന്ന് കെട്ട് നിറച്ച് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന വാഹനത്തിൽ രാഷ്ട്രപതി ശബരിമലയിലേക്ക് പോകും. ഉച്ചപൂജയ്ക്ക് ശേഷം രാഷ്ട്രപതി 3 മണിയോടുകൂടി തന്നെ ശബരിമലയിൽ നിന്ന് തിരിക്കുമെന്നതാണ് ഈ പ്രോട്ടോകോൾ പ്രകാരം ലഭിച്ചിരിക്കുന്ന ഔദ്യോഗിക ചാർട്ട്. എന്തായാലും അല്പസമയത്തിനകം ഈ വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് രാഷ്ട്രപതി പുറത്തേക്ക് വരും. രാഷ്ട്രപതിയുടെ 2ാമത്തെ കേരള സന്ദർശനമാണ് ഉള്ളത്. 4 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപതി ഇവിടെ എത്തിയത്. അതിനുശേഷം വിവിധ ഔദ്യോഗിക പരിപാടികൾ രാഷ്ട്രപതിക്ക് ഉണ്ട്. നാളെ ശബരിമല ദർശനത്തിന് ശേഷം തിരിച്ചെത്തുന്ന രാഷ്ട്രപതിക്ക് ഗവർണർ ഒരുക്കുന്ന അത്താഴ വിരുന്നുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 150ഓളം പേർക്കാണ് ഈ അത്താഴ വിരുന്നിൽ ക്ഷണമുള്ളത്. ഈ അത്താഴ വിരുന്നിലും രാഷ്ട്രപതി പങ്കെടുക്കും. പിന്നീട് രാഷ്ട്രപതിക്കുള്ള പ്രധാനപ്പെട്ട പരിപാടി രാജ്ഭവനിലാണ്. ഈ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ രാഷ്ട്രപതി മറ്റന്നാൾ അനാച്ഛാദനം ചെയ്യും. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നതാണ് പ്രധാനമായും അറിയുന്നത്. 11:55 വർക്കലയിലേക്ക് രാഷ്ട്രപതി പുറപ്പെടും. 12:50 ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണ ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യ അതിഥിയായിരിക്കും. ശിവഗിരിയിലായിരിക്കും അന്നേ ദിവസം രാഷ്ട്രപതിക്ക് ഉച്ചഭക്ഷണം ഉണ്ടാവുക. ആ ദിവസം തന്നെ പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ എത്തുന്ന രാഷ്ട്രപതി ഈ കോളേജിലെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിലും പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് കോട്ടയത്തേക്കായിരിക്കും രാഷ്ട്രപതി പോകുക. അവിടെ രാഷ്ട്രപതി കുമരകത്തെ റിസോർട്ടിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് പിന്നീട് രാഷ്ട്രപതിയുടെ സന്ദർശനം കൊച്ചിയിലേക്കാണ്. കൊച്ചിയിലെ സെന്റ് തെരേസാസ് കോളേജിലെ ശതാബ്ദി ആഘോഷങ്ങളിലും പങ്കെടുത്ത ശേഷമായിരിക്കും രാഷ്ട്രപതി തിരിച്ച് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുന്നത്. ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വാഹനങ്ങളും അകമ്പടി വാഹനങ്ങളും ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നേരെ രാജ്ഭവനിലേക്കാണ് രാഷ്ട്രപതി പോകുന്നത്. കനത്ത സുരക്ഷയിലാണ് ഈ എയർപോർട്ട് ഏരിയയിൽ നിന്ന് ഈ രാജ്ഭവനിലേക്കുള്ള രാഷ്ട്രപതിയുടെ യാത്ര. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ നഗരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി രാഷ്ട്രപതിയെ ഔദ്യോഗികമായി സ്വീകരിച്ച ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടെ നിന്ന് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രധാനമായും നാളെ രാഷ്ട്രപതിക്കുള്ള ദ്രൗപദി മുർമു കേരളത്തിൽ എത്തിയിരിക്കുന്നു. ഇന്ന് രാജ്ഭവനിലാണ് രാഷ്ട്രപതി തങ്ങുക. നാളെ ശബരിമല ദർശനം നടത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.